ഹലോ, ഷാർപ്പ് 3 o'clock വണ്ടി എടുക്കേണ്ടത് നമ്മൾ വണ്ടി എടുത്തപ്പോഴേക്കും 5:30 ആയിട്ടോ. അത് പിന്നെ അങ്ങനെയാണല്ലോ, ഒരു കാര്യം സമയത്ത് ചെയ്ത് ശീലമില്ലാത്തതുകൊണ്ടേ. എന്തായാലും ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. എന്നേക്കാൾ ഏറെ എക്സൈറ്റ്മെൻറ്റ് ധരണിക്കാണ് നാട്ടിൽ പോകാമെന്ന് പറയുമ്പോൾ. നമ്മുടെ കുഞ്ഞാപ്പൂ നല്ല ഉറക്കമാണ് കേട്ടോ. അവനെ നേരെ കട്ടിലേൽ നിന്ന് എടുത്ത് കാറിലേക്ക് കയറ്റുപോയത് വെറുതെ അവൻ്റെ ഉറക്കം ഡിസ്റ്റർബ് ചെയ്യേണ്ടെന്ന് കരുതിയിട്ട്. നമ്മൾ തലേന്ന് തന്നെ ചെന്നൈയിൽ നിന്ന് പുറപ്പെട്ട് ധരണിയുടെ വീട്ടിൽ സ്റ്റേ ചെയ്തിട്ട് അടുത്ത ദിവസം മോർണിംഗ് നാട്ടിലേക്ക് പുറപ്പെടാറാണ് കേട്ടോ പതിവ്. അതാകുമ്പോൾ നമുക്ക് കുറച്ചധികം കിലോമീറ്റേഴ്സും കവറാകും. ഒരേ സ്ട്രെച്ചിൽ വണ്ടി ഓടിക്കുന്ന ഒരു ടയേർഡും ഉണ്ടാവില്ല. അങ്ങനെ ഒരു 8:30 ഒക്കെ ആയപ്പോഴേക്കും നമ്മൾ സേലം എത്തിയിട്ടുണ്ടായിരുന്നു. എന്നാൽ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാകാം ബാക്കി കാര്യം കരുതി. ഇത് നമ്മുടെ റെഗുലർ റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ. നമ്മൾ നാട്ടിൽ നിന്ന് ചെന്നൈയിലേക്ക് പോകുമ്പോഴും ചെന്നൈയിൽ നിന്ന് നാട്ടിലേക്ക് പോകുമ്പോഴും ഇവിടെയാണ് ഫുഡ് കഴിക്കാൻ കയറാറ്. കാരണം ആഫ്റ്റർ സേലം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോയമ്പത്തൂർ വരെ നമുക്കൊരു നല്ല റെസ്റ്റോറൻറ്റ് ഇതുവരെ നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല. ഇൻ കേസ് ആർക്കെങ്കിലും അറിയാൻ കമൻറ്റ് ചെയ്യട്ടോ. സോ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു വണ്ടി അവിടെ നിന്ന് എടുത്തു. ആൻറ്റിക്കും കുഞ്ഞാപ്പൂനും ഉള്ള ബ്രേക്ക്ഫാസ്റ്റ് കാറിൽ കൊണ്ടുവന്ന് കൊടുത്തു കേട്ടോ. കാരണം ആൻറ്റി നല്ല ഉറക്കമായിരുന്നു, പിന്നെ കുഞ്ഞാപ്പൂവും നല്ല ഉറക്കമായിരുന്നു. അവനെ വെറുതെ എഴുന്നേൽപ്പിച്ച് ഇറക്കണ്ടെന്ന് കരുതിയിട്ട് ആൻറ്റിക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് കാറിൽ കൊടുത്തു. അവർ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഉറക്കം കണ്ടിന്യൂ ചെയ്തു. അങ്ങനെ ഒരു 11-11:30 ഒക്കെ ആയപ്പോഴേക്കും നമ്മൾ കോയമ്പത്തൂർ എത്തിയിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഇത് നമ്മുടെ റെഗുലർ ടൈമിനെ വെച്ച് നോക്കുമ്പോൾ നമ്മളിന്ന് കുറച്ച് നേരത്തെ തന്നെ കോയമ്പത്തൂരൊക്കെ കവർ ചെയ്ത് നമുക്ക് വരാൻ പറ്റിയിട്ടോ. സോ ധരണി കുറച്ച് ടയേർഡാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അവിടെ ഒരു ബ്രേക്കിന് വേണ്ടി വണ്ടി നിർത്തിയതായിരുന്നു. അങ്ങനെ നമ്മൾ വാളയാർ എത്തിട്ടോ. ഈ ബോർഡർ കിടക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, അത് നാട്ടിൽ നിന്ന് മാറി നിൽക്കുന്നവർക്ക് പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ. ഞാൻ എൻ്റെ സ്കൂളിങ്ങൊക്കെ കഴിഞ്ഞിട്ട് ഡിഗ്രി പഠിക്കാനായിട്ട് തമിഴ്നാട്ടിലായിരുന്നു പോയിരുന്നത്. അപ്പം തൊട്ടിട്ട് എനിക്ക് ആ ഒരു ഹോം സിക്നെസ് ഉള്ളതാണ് കേട്ടോ, ഒരു മിസ്സിങ് ഫീൽ. നാടിനെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു ഞാൻ. അപ്പോൾ എനിക്ക് തിരിച്ച് ഇങ്ങോട്ടേക്ക് ഈവൻ ട്രെയിനിലായാലും ശരി റോഡ് വേ ആണെങ്കിലും ശരി എനിക്ക് ഈ ഒരു ബോർഡർ കിടക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. സ്റ്റിൽ എനിക്ക് ആ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ട് കേട്ടോ. സുഹൃത്തുക്കളെ, ഞങ്ങളിപ്പോൾ കുഞ്ഞാപ്പൂവിന് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു പെട്രോൾ പമ്പിലാണ് കേട്ടോ വണ്ടി നിർത്തിയത്. അവിടെ ആകുമ്പം അധികം ഒച്ചയും ബഹളവും തിക്കും തിരക്കൊന്നും ഉണ്ടാവില്ല. പിന്നെ നമുക്ക് അവൻ്റെ ബോട്ടിൽസ് കഴുകാനുള്ള ഫെസിലിറ്റീസൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ഈവൻ നമുക്കും റിഫ്രഷ് ആവാനുള്ളൊരു ടൈം ഉണ്ടായിരുന്നു അവിടെ. അപ്പം അവന് ഫുഡ് ഉണ്ടാക്കണേ നമുക്ക് അവൻ്റെ ഫുഡൊന്ന് ബ്ലെൻഡ് ചെയ്യണം. അപ്പോൾ അതിന് പ്ലഗ് ഇൻ ഫെസിലിറ്റി വേണം. അതുകൊണ്ടൊക്കെ തന്നെ നമ്മൾ മാക്സിമം പോകുമ്പോഴും വരുമ്പോഴും പമ്പാണ് നമ്മൾ നോക്കാറ്. അപ്പം നല്ലൊരു പമ്പ് കാണാണ്, നീറ്റായിട്ടുള്ളൊരു സ്ഥലമാണ്. നമ്മൾ അവിടെ നിർത്തിയിട്ടാണ് അവന് ഫുഡ് കൊടുക്കാറ്. അപ്പോൾ ഞാൻ അവിടെ ഓണറിൻ്റെ അടുത്ത് പോയി ചോദിച്ചു, നമുക്കിങ്ങനെ കുഞ്ഞിന് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞപ്പോൾ അവരവരുടെ യാതൊരു മടിയും കൂടാതെ അവരുടെ കിച്ചൺ യൂസ് ചെയ്തോളാൻ പറഞ്ഞ് എനിക്കവിടെ ഓപ്പൺ ചെയ്ത് തന്നു. സോ കുഞ്ഞിന് ഫുഡൊക്കെ കൊടുത്തിട്ട് നമ്മൾ അവിടുന്ന് വണ്ടി എടുത്തു. എനിക്ക് ഈ സ്ഥലത്തിൻ്റെ പേര് എക്സാക്റ്റ് ഓർമ്മയില്ല കേട്ടോ, കുതിരയാൻ അങ്ങനെ എന്തോ പറയുന്നതെന്ന് തോന്നുന്നു. ഞാൻ എൻ്റെ അറിവ് തൊട്ട കാലം തൊട്ടിട്ട് നമ്മൾ ഈ റൂട്ടിൽ ട്രാവൽ ചെയ്യുമല്ലോ. ഈവൻ ഇപ്പം നമുക്ക് ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾ തൊടുപുഴയാണ് നമ്മുടെ വീട്. അപ്പം നമ്മൾ അവിടുന്ന് നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി ഈ ഒരു റൂട്ട് എന്തായാലും എടുക്കും. അപ്പോൾ ഈ റൂട്ട് എടുക്കുമ്പം ആ സമയത്തൊക്കെ ഈ ടണലിൻ്റെ തൊട്ട് മുന്നേ വരെ റോഡ് ഹൈവേ പോലെ വരും. എന്നിട്ട് അവിടുന്ന് ചെറിയൊരു ഫോറസ്റ്റ് ഇടുങ്ങിയ വഴി കൂടെ റോഡ് തിരിച്ചു വിട്ടിട്ട് പിന്നെ ഹൈവേയിലേക്ക് ജോയിൻ ചെയ്യും. അങ്ങനെയായിരുന്നു. ആ സമയം തൊട്ടിട്ട് ഇവിടെ ടണലിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ റൂട്ട് എടുക്കുന്നവർക്ക് ഈ ടണൽ കണ്ടിട്ടുണ്ടാവും. ഇൻ കേസ് കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇത് കാണാൻ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടേലും ഈ റൂട്ടിൽ ഒരു തവണ ഒന്ന് വന്ന് നോക്കട്ടോ. അടിപൊളിയാണ്. ലൈക്ക് ഇതിൻ്റെ ഇടയിൽ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് വേറെ ഏതോ ഒരു കൺട്രിയിൽ പോയൊരു ഫീലാണ്. ഇൻ കേസ് നമ്മുടെ നാട്ടിൽ തന്നെ ഇതെന്നുള്ളൊരു ഫീലായിപ്പോൾ എനിക്കിവിടെ എത്തുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാ ടൈമും ഞാനിവിടെ എത്തുമ്പോൾ വീഡിയോ എടുക്കും. കാരണം ഇത് നല്ല രസമാണ്. നമ്മൾ അതിൽ നിന്ന് അവിടെ നിന്ന് എൻട്രി ആയി പുറത്തേക്ക് എക്സിറ്റ് ആകുമ്പം നല്ല രസമാണ് നമുക്കിതൊക്കെ കാണാൻ വേണ്ടിയിട്ട്. എനിക്ക് ആരെങ്കിലും വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്യൂ കേട്ടോ. ഇത് വടക്കാഞ്ചേരിക്കും തൃശ്ശൂരിനും ഇടയ്ക്കാണ് തോന്നുന്നു കേട്ടോ. എക്സാക്റ്റ് എനിക്ക് ഈ വഴി റൂട്ട് കാര്യങ്ങളൊന്നും വലിയ പിടിയില്ല. ഈ ഒരു ബ്രിഡ്ജും കാണാൻ നല്ല രസമല്ലേ. ഞാൻ എപ്പോഴും വരുമ്പോൾ ശ്രദ്ധിക്കട്ടെ. എനിക്കറിയില്ല അതിൻ്റെ പെയിൻറ്റിങ് ആണോ ഇല്ല ഇങ്ങനെ വ്യത്യാസമായിട്ട് നമ്മളിങ്ങനെ റോഡിൻ്റെ നടുക്ക് കൂടെയുള്ള ഒരു ഇങ്ങനെ നിൽക്കുന്നതിൻ്റെ ആണോ എന്ന് എനിക്കറിയില്ല. എനിക്ക് ഈ ബ്രിഡ്ജും ഭയങ്കര ഇഷ്ടമാണ് കാണാനായിട്ട്. നമ്മൾ ഫുഡ് കഴിക്കാൻ പ്ലാൻ ചെയ്തിരുന്ന സ്പോട്ട് വേറെ ആയിരുന്നു കേട്ടോ. കാരണം നമുക്ക് എപ്പോഴും
കിട്ടുന്ന പണിയാണത്. നമ്മൾ എവിടെ ഫുഡ് കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്നു അവിടെ ഫുഡ് കഴിക്കാൻ പറ്റാറില്ല. ഇത്തവണയും അതുപോലെ തന്നെ നടന്നു. ആ ഹോട്ടൽ അടച്ചു പൂട്ടിപ്പോയിരിക്കുന്നു ഗൈസ്. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് നേരെ വീട്ടിലേക്കാണ് വണ്ടി എടുത്തത്. എവിടെയും വണ്ടി നിർത്തിയില്ല. അങ്ങനെ നമ്മൾ വീടെത്താൻ ഒരു 6-6:45 ആയിട്ടുണ്ടായിരുന്നു. എപ്പോഴും നമ്മൾ ട്രാവൽ ചെയ്യാൻ എടുക്കുന്ന സമയത്തിനേക്കാൾ ഒരു 2-3 hours എക്സ്ട്രാ ആകും ഞങ്ങൾക്ക് എത്താനായിട്ട്. കാരണം നമ്മൾ കുഞ്ഞിന് ഫുഡ് കൊടുക്കാനും അവൻ്റെ ബ്രേക്കിനും വേണ്ടിയിട്ടൊക്കെ വണ്ടി നിർത്തി വരാൻ എപ്പോഴും സമയം എടുക്കാറുണ്ട്. എന്നാലും കുഴപ്പമില്ല, ഞങ്ങൾ സമയമെടുത്ത് മെല്ലെ വരുന്നു. സോ ഞങ്ങളെയും നോക്കി എൻ്റെ സിസ്റ്ററും സിസ്റ്ററിൻ്റെ കുട്ടിയും ഉണ്ടായിരുന്നു കേട്ടോ വീട്ടിൽ. അപ്പോൾ ഇനി ബാക്കി വിശേഷങ്ങളായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ ബൈ.